ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ബഹുമാന്യനായ ഷഗൻ ഷാ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ തോമസ് ജോണിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷനും മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ PS ജേക്കബ് അവറുകൾ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവറുകൾ, അനുമോദന പ്രസംഗം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ TR സോമൻ, ശ്രീ VM ഫിലിപ്പച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികൾ, നല്ലവരായ നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം ഗാനമേള കേൾക്കുവാനുള്ള ആവേശത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നന്ദി എന്നുള്ളത്. ഇവിടെ ആശംസകൾ അർപ്പിച്ച രീതിയിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല നന്ദിയുടെ വാക്കുകൾ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 വാക്കുകൾ മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് മനുഷ്യ ആയുസ്സിൻ്റെ പകുതിക്കപ്പുറം നീണ്ട 32 വർഷങ്ങൾ ചിറ്റൂർ ഷഗൻ ഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുവാൻ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ അവസരത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഇനിയും അതിനുള്ള അവസരങ്ങൾ മുന്നോട്ട് ജഗദീശ്വരൻ നയിക്കട്ടെ എന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നേരത്തെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ക്ലബിൻ്റെ വാർഷികം 2023 ജനുവരിയിൽ നടത്തിയതിന് ശേഷം അന്നൊരു തീരുമാനമെടുത്തു. 2 വർഷത്തിലൊരിക്കൽ മാത്രം നമ്മുടെ വാർഷികം നടത്തിയാൽ മതി, ജനങ്ങളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2025 ജനുവരിയിൽ വീണ്ടും ഈ വാർഷികം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതും കണക്ക് പ്രകാരം ഇനിയൊരു വാർഷികം നടക്കുന്നത് 2027 ജയൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജയൻ ഏതാണ്ട് 1-2 സത്യസന്ധമായ വാക്കുകൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. കാരണം ഞങ്ങളിവിടെ പിരിവുകൾ കഴിഞ്ഞ് ജയൻ്റെ കടയിൽ നാരങ്ങ വെള്ളം മറ്റും കുടിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ പറയും, ജയ ഈ വർഷത്തോടുകൂടി പരിപാടി നിർത്തുകയാണ്, മടുത്തു, പുതിയ യുവാക്കൾ കടന്നു വരുന്നില്ല, പ്രായമായ ഞങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഇത് കഴിഞ്ഞ വർഷവും ജയൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഞങ്ങളെക്കൊണ്ടത് നിർത്തുവാൻ സാധിക്കുന്നില്ല. എന്താണെന്നറിയില്ല, ജനങ്ങളുടെ പിന്തുണ, നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം നിർത്തിക്കളയാൻ സാധിക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ പിരിവും മറ്റുമായി ആളുകളെ സമീപിക്കുമ്പോൾ 99% ആളുകളും ഞങ്ങളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ അതിൽ 1-2% മാത്രം ആളുകൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. കാരണം ഇതൊക്കെ നിങ്ങളോടും തുറന്നു പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വേദിയിൽ നിന്ന് ഇതൊക്കെ പറയുന്നത്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാനസികമായി ഞങ്ങളെ ആരും തളർത്തരുത്. കാരണം പ്രായമൊക്കെ ഞങ്ങൾക്ക് ഏറി വരികയാണ്. യുവാക്കളിലേക്കെല്ലാം ഇത് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ എല്ലാ വർഷവും വാർഷികം നടക്കുമ്പോഴെല്ലാം ഞാൻ സംസാരിക്കാറുള്ള കാര്യമാണ്. പുതിയ യുവാക്കൾ കടന്നു വരണം. എന്നിരുന്നാൽ തന്നെയും ഷഗൻ ഷയിലേക്ക് പുതിയ യുവാക്കൾ വന്നില്ല എങ്കിലും നമ്മൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് അമിഗോസ് എന്ന പേരിൽ ചിറ്റൂരിൽ ഒരു സംഘടന രൂപം കൊണ്ടിട്ടുണ്ട്, ഒരു ക്ലബ്ബ് രൂപം കൊണ്ടിട്ടുണ്ട്. അവർക്ക് ഈ അവസരത്തിൽ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷഗൻ ഷാ ഇവിടുന്ന് നിന്നുപോയാലും അത് ആ പേരിലല്ലെങ്കിലും മറ്റൊരു പേരിൽ ഈ ചിറ്റൂർ പ്രദേശത്ത് നല്ല ഒരു സാംസ്കാരിക സംഘടനയായി ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായി ഇവിടെ നിലനിൽക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
അതിന് ഞങ്ങളുടെ എല്ലാവിധ പൂർണ്ണ പിന്തുണയും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾ ക്ലബിൻ്റെ വാർഷികത്തിൻ്റെ പിരിവുമായി ചെല്ലുമ്പോൾ ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് വാർഷികം മാത്രമേ ഉള്ളൂ, വേറെ നിങ്ങൾ പ്രോഗ്രാമുകളൊന്നും സംഘടിപ്പിക്കണേ ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന്. അത് ചോദിക്കുന്നതും വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്തെ മറ്റുള്ള നമ്മൾ അരിക്കുഴ അല്ലെങ്കിൽ മണക്കാട് ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇതുമായിട്ട് ചെല്ലുമ്പോൾ നല്ലൊരു സ്വീകരണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സംഭാവനകൾ നമുക്ക് കിട്ടുമ്പോൾ ചില ആളുകളിൽ നിന്ന് നമുക്ക് സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ വാർഷികം മാത്രമല്ല നടത്തുന്നത്. കഴിഞ്ഞ വാർഷികത്തിന് ശേഷം ഞങ്ങളുടെ ചാരിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 50,000-ഓളം രൂപ രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ചിറ്റൂർ പ്രദേശത്തുള്ള വിവിധ ആളുകൾക്ക് ഞങ്ങൾ സംഭാവന ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ഇപ്പോൾ ഒരു കുപ്പി വെള്ളം കൊടുത്താൽ അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ ഞങ്ങളിതൊന്നും ചെയ്യുന്ന ഒരു പരസ്യത്തിന് വേണ്ടിയല്ല. ഒരാൾക്കൊരു ആപത്ത് വന്നാൽ ഞങ്ങളാൽ കഴിയും വിധം ഞങ്ങളെല്ലാം ഓരോ ജോലിക്ക് പോകുന്നതാണ്, എങ്കിലും ഉള്ള സമയം കണക്കിലെടുത്തുകൊണ്ട് ഉള്ള പൈസകളെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ അവിടെ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടി ആഴ്ചയിൽ അല്ല 2 ആഴ്ച കൂടെങ്കിലും ഒരാൾ, ഞങ്ങളുടെ കയ്യിൽ പഴയ ഒരു ലിസ്റ്റാണ് ഇരിക്കുന്നത്, ഇപ്പോൾ പുതിയ ലിസ്റ്റൊന്നുമില്ല, എങ്കിലും ഷഹൻഷയിൽ ചോദിച്ചാൽ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. മധു അടക്കമുള്ള ആളുകൾ മധുവിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കും. മധു പറയും ഷഹൻഷയിലൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ അവിടെ കാണും. ആ രീതിയിലും ഒക്കെ ഞങ്ങളെ ആളുകൾ ബന്ധപ്പെടാറുണ്ട്. പറ്റുന്ന വിധത്തിലെല്ലാം ഞങ്ങൾ സഹായിക്കാറുണ്ട്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതൊന്നും മറ്റ് ആളുകളിലേക്ക് ഞങ്ങൾക്കൊരു പ്രചരണമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും എല്ലാ വിഭാഗം ആളുകളും അറിയാതെ പോകുന്നത്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനായ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PS ജേക്കബേട്ടൻ, ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും ജേക്കബേട്ടനോട് ചെറിയൊരു അഭിപ്രായം ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പുള്ളി എന്നും ഒരു നല്ല അഭിപ്രായം മാത്രം തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ജേക്കബേട്ടന് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് അവറുകളാണ്. സാറിന് എറണാകുളത്തേക്ക് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ടുള്ളതാണ്. സാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിലും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ അനുമോദന പ്രസംഗം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ അനുമോദിച്ച ഇടുക്കി ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ TR സോമൻ അവർക്ക് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജയൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഷഹൻഷയിൽ ഒരു പ്രവർത്തകനൊക്കെ ആയിരുന്നു. പിന്നെ അത് മെമ്പറും മറ്റു കാര്യങ്ങളിലൊക്കെ ആയപ്പോൾ ആ വഴിയിൽ ഒതുങ്ങിക്കൂടി. ഞങ്ങളൊരു പിരിവിൻ്റെ ആവശ്യത്തിനൊക്കെ ചെന്നാൽ അകമഴിഞ്ഞ് സഹായിക്കാറുണ്ട്. ശ്രീ ജയനെയും ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പർ, നമ്മൾ ക്ലബ്ബ് ഇരിക്കുന്ന 5-ാം വാർഡിൻ്റെ മെമ്പർ ശ്രീ മധു, ആളെ പ്രത്യേകമൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും 32 പല്ലും പുറത്ത് കാണിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. പരിചയമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ചാടി ചിരിച്ചോളും, തലയിലൊന്ന് തടവിക്കോളും, തോളത്തൊന്ന് തട്ടിക്കോളും. എന്താ ഉദ്ദേശം എന്നറിയില്ല. അടുത്ത പ്രാവശ്യം ഇലക്ഷനൊക്കെ ഉണ്ടാവും. മധുവിനെ ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ശ്രീ ടോണിച്ചേട്ടൻ, മണക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടോണിച്ചേട്ടന് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശ്രീ ജിജോ ജോർജ് നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. ശ്രീ ജിജോ ജോർജിനെ ഈ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ജീന അനിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ആശംസ അർപ്പിച്ച ശ്രീ ജീന അനിലിന് ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പുതുപ്രിയാരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് മാത്യു അവറുകൾ ഇവിടെ എത്തിയ ആശംസ നമുക്ക് അർപ്പിച്ചു. ജോർജ് ചേട്ടന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന ദൃശ്യമാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങിയവർ, +2 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടി അവാർഡുകൾ ഏറ്റുവാങ്ങിയവർ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവാർഡുകൾ ഏറ്റുവാങ്ങിയവർ, ഇവർക്കെല്ലാം ക്ലബിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ നമുക്ക് നമ്മുടെ ചിറ്റു സ്കൂളിലാണ് നമ്മൾ എല്ലാ വർഷവും വാർഷികാഘോഷം നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ സ്ഥലപരിമിതി മൂലം നമ്മൾ എവിടെ ഈ പ്രോഗ്രാം നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കാണുകയും ആ സ്ഥലത്തിൻ്റെ ആളായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാശ് നമുക്ക് മുടക്കു വന്നെങ്കിലും ഈ സ്ഥലം വിട്ടുതരാനുള്ള ഒരു സന്മനസ് കാണിച്ച ഫെലിക്സ് ചേട്ടന് ഈ ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ക്ലബിൻ്റെ പേരിൽ പ്രത്യേകമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന BAS സൗണ്ട്, ഇവിടെ ഗാനമേള നടത്തുവാൻ എത്തിയിരിക്കുന്ന കോട്ടയം മെഗാബീറ്റ്സ്, കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തിയ ട്രൂപ്പ് തന്നെയാണ് കേട്ടോ ഇത്. കോട്ടയം മെഗാബീറ്റ്സിൻ്റെ ഗാനമേളയാണ് കഴിഞ്ഞ വർഷവും നടത്തി. നമ്മളെല്ലാം വളരെയേറെ സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തീർത്ത ഒരു ഗാനമേളയാണ് കോട്ടയം മെഗാബീറ്റ്സിൻ്റെ ഗാനമേള. അതുകൊണ്ട് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഞങ്ങൾ വീണ്ടും ഈ ഗാനമേള തന്നെ ബുക്ക് ചെയ്തത്. അവർക്ക് ഞങ്ങൾ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി ഇതിൽ നന്ദി പറയുവാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായ രീതിയിൽ ഷഹൻഷാ ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു. കോട്ടയം മെഗാബീറ്റ്സിൻ്റെ ഗാനമേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.